പ്രിയപ്പെട്ടവരെ, 90-കൾക്ക് ശേഷം മലയാള സിനിമയിൽ ആണധികാരഘോഷത്തിന്റെയും ജാതി പ്രമത്തതയുടെയും പ്രതിപുരുഷന്മാർ നിറഞ്ഞാടി എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. 2000-ന് ശേഷം അവർ അവരുടെ ഉദ്ഘോഷങ്ങൾ അതിന്റെ പാരമ്യത്തിലേക്ക് കൊണ്ടുവരികയും പിന്നീട് അവർ പതിയെ തിരശീലകളിൽ നിന്നും പിൻവാങ്ങുകയും ചെയ്തു. 2010-ന് ശേഷം 2020-ന് ശേഷം പുതിയൊരു ജനറേഷൻ മലയാള സിനിമയിലെ ഭാവുകത്വത്തെ കീഴടക്കുന്ന രീതിയിൽ ഈ നായക പ്രമഥന്മാരും ഈ തോക്കെടുത്ത് വെടിവെക്കുന്നവരും ധീരന്മാരും ശൂരന്മാരും അതിക്രമശാലികളുമൊക്കെ ആയിട്ടുള്ള ഈ ജാതിപ്രമത്തതയുടെ പുരുഷന്മാർ മലയാള സിനിമയിൽ നിന്നും അപ്രത്യക്ഷരാവുകയും അവർ ജീവിതത്തിലോട്ട് ഇറങ്ങി വരുന്ന രീതിയിൽ മലയാള സിനിമയിൽ ചില നായകന്മാർ രാഷ്ട്രീയത്തിലോട്ട് വന്നു. അവര് നാട് നീളെ വിറപ്പിച്ചുകൊണ്ട് നടക്കുന്നു, കേന്ദ്രത്തിലും മറ്റുമൊക്കെ. അതേപോലെ ഇത്തരം ചില കഥാപാത്രങ്ങളെ സിനിമയിൽ സൃഷ്ടിച്ച സംവിധായകൻ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി മാറുകയും ആ പുരുഷൻ ജീവിതത്തിലോട്ട് വന്ന് പ്രവർത്തിക്കുന്നത് പോലെ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഫ്യൂഡൽ മൂല്യങ്ങളും ജാതി പ്രമത്തതയും ആണധികാര ഘോഷവുമെല്ലാം അദ്ദേഹം കാണിക്കുകയും ചെയ്തു. ഒരു തരത്തിൽ ആലോചിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പുതിയ ഒരു വിവാദം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു അഭിമുഖം കൊടുക്കുകയും ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന പത്രത്തിന് ഒരു അഭിമുഖം കൊടുക്കുകയും ഈ അഭിമുഖത്തിൽ ലോക ചലച്ചിത്രോത്സവങ്ങളിൽ പുരസ്കൃതനായിട്ടുള്ള ഡോക്ടർ ബിജുവിനെ പോലെയുള്ള ആളുകളെ അധിക്ഷേപിക്കുകയും മലയാള സിനിമയിൽ ഒരു നടനെ അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. ഇങ്ങനെ ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ജനറൽ കൌൺസിൽ അംഗങ്ങൾ, ഭരണസമിതിയിലെ അംഗങ്ങൾ തന്നെ അദ്ദേഹത്തിൽ അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ട് സർക്കാരിന് കത്ത് കൊടുത്തു. ആ കത്ത് പുറത്തു വന്നു. അതിനു മുമ്പ് കഴിഞ്ഞ ഒരു 1-2 വർഷങ്ങളായിട്ട് ഇപ്പൊ ഒരു മലയാള സിനിമയിൽ വിനയൻ എന്ന് പറയുന്ന ഒരു സംവിധായകന്റെ സിനിമ ബോധപൂർവം അവഗണിച്ചതിന്റെ തെളിവുകൾ അദ്ദേഹം തെളിവ് സഹിതം പുറത്തുവിട്ടു. ആ ജൂറി അംഗങ്ങൾ തന്നെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു, വിനയനെ പിന്തുണയ്ക്കുകയും ചെയ്തു. അതിനു മുമ്പ് മലയാള സിനിമോത്സവങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ് കോഴിക്കോട്ടെ റീജിയണൽ ഫെസ്റ്റിവൽ. ആ റീജിയണൽ ഫെസ്റ്റിവലിൽ സ്ത്രീ സംവിധായികയുടെ ഒരു സിനിമ അവഗണിച്ചതുമായി ബന്ധപ്പെട്ട പരാതിയിൽ വിവാദത്തിൽ അദ്ദേഹം പ്രത്യക്ഷത്തിൽ ഇടപെടുകയും വളരെ ആണധികാര ഘോഷത്തോടെ ജാതി പ്രമത്തതയോടെ ഇടപെടുകയും ചെയ്തു. ഇങ്ങനെ അതിനു മുമ്പ് ചലച്ചിത്രോത്സവങ്ങളുമായി ബന്ധപ്പെട്ട് 13,000-ഓളം ഡെലിഗേറ്റുകൾ പങ്കെടുക്കുന്ന കേരളത്തിലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള IFFK സത്യത്തിൽ ഇന്ത്യയിൽ ഇത്തരം 3-4 ഫെസ്റ്റിവലുകൾ നടക്കുന്നുണ്ട്. ബോംബെയിലും കൽക്കട്ടയിലൊക്കെ നടക്കുന്നുണ്ട്, IFFI നടക്കുന്നുണ്ട് ഗോവയിൽ. ഇതിലൊക്കെ മികച്ചു നിൽക്കുന്ന ഡെലിഗേറ്റുകളുടെ സാന്നിധ്യം കൊണ്ടും മേളയുടെ സജീവത കൊണ്ടും മറ്റുമൊക്കെ മികച്ചു നിൽക്കുന്ന ലോകത്തിലെ തന്നെ മേളയാണ് IFFK. ലോകത്തിലെ മിക്ക രാജ്യങ്ങളിൽ നിന്നും ചലച്ചിത്രോത്സവങ്ങൾ പ്രദർശിപ്പിക്കുന്നു. 10-25 വർഷത്തിലധികമായി കേരളത്തിൽ ഈ IFFK ഇന്ത്യയുടെ തന്നെ ഒരു അഭിമാനമായി ലോക സിനിമാ രംഗത്ത് നിലകൊള്ളുന്നു. അതിന്റെ ഒരു സംസ്കാരം തന്നെ വേറെയാണ്, കച്ചവട സിനിമയുടെ സംസ്കാരമല്ല. ആ ഒരു സംസ്കാരം എന്ന് പറയുന്നത് ജനാധിപത്യപരമായിട്ടുള്ള സംസ്കാരമാണ്, ആർട്ട് ഹൌസ് സംസ്കാരമാണ്. സിനിമയെ രാഷ്ട്രീയപരമായും സാമൂഹികപരമായും സാംസ്കാരികപരമായും സംസ്കാരത്തിന്റെയും ലോകത്തിന്റെയും മുന്നോട്ടുള്ള ഗമനത്തിന് ഉതകുന്ന വിധത്തിൽ, പുരോഗമനത്തിന് ഉതകുന്ന വിധത്തിൽ, പശ്ചാത്ഗമനത്തിനല്ല. അപ്പൊ ഇത് പശ്ചാത്ഗമനത്തിന് അധർമ്മവും അനീതിയും നടപ്പാക്കുന്ന വിധത്തിൽ ഒരു ചെയർമാൻ ഇടപെടുമ്പോൾ, ജനാധിപത്യ വിരുദ്ധമായിട്ട് ഇടപെടുമ്പോൾ, തീർച്ചയായിട്ടും അത് ആ സിനിമയുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഇത് രണ്ട് സംസ്കാരമാണ്. ഈ 13,000-ഓളം ഡെലിഗേറ്റുകൾ പങ്കെടുക്കുന്ന ഒരു മേളയെ, അതിലെ ഡെലിഗേറ്റുകളെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇടപെടലുണ്ടായി. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അത്തരം ചില പ്രസ്താവനകളും വയനാട്ടിലുള്ള യജമാനനെ കാണുമ്പോൾ ബഹുമാനിക്കാത്ത ആ രീതിയിലുള്ള, അപ്പൊ അത് സത്യത്തിൽ അത് മൃഗത്തെ പോലും അധിക്ഷേപിക്കലാണ്, മനുഷ്യരെ അധിക്ഷേപിക്കൽ മാത്രമല്ല, ആ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലെല്ലാം തന്നെ ഇത്തരത്തില് ഒരു മോശമായ രീതിയിലാണ് കണ്ടുവരുന്നത്. അത് തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു ഫിലിം കൾച്ചറിന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റേതൊരു സാഹിത്യത്തെ, മറ്റേതൊരു കലയെക്കാളും കൂടുതൽ സിനിമ ആളുകളെ സ്വാധീനിക്കുന്നുണ്ട്. സിനിമ കുറെ കൂടി ജനപ്രിയമാണ്, ജനങ്ങൾ കുറെ കൂടി ശ്രദ്ധിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഒരു മലയാള സിനിമ എന്ന് പറയുന്നത് ലോക സിനിമയിൽ തന്നെ വലിയ പ്ലേസ്മെന്റ് ഉള്ളതാണ്. IFFK എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമ, ബംഗാളി സിനിമ എന്നൊക്കെയുള്ള
സിനിമകൾ വളരെ കാലം മുമ്പേ രാഷ്ട്രീയപരമായിട്ടുള്ള ബദൽ സിനിമയുടെ ചരിത്രമുള്ളതാണ്, ആർട്ട് സിനിമയുടെ ചരിത്രമുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ പുരസ്കാരങ്ങൾ കൊടുക്കുന്നതും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ വാല്യുബിൾ ആയിട്ടുള്ള വിശ്വസനീയമായിട്ടുള്ള പുരസ്കാരങ്ങൾ ആണ് ചലച്ചിത്ര അക്കാദമി കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അധികവും, എല്ലാം എന്നല്ല കുറെയൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഇതും സംശയത്തിന്റെ നിഴലിലായിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യ ഒരു 2 വർഷം മുമ്പ് നടന്ന രചന പുരസ്കാരങ്ങൾ, മൗലിക ഗ്രന്ഥമല്ലാത്ത ഒരാൾക്ക് പുരസ്കാരങ്ങൾ കൊടുക്കുന്നു. അയാൾ എഴുതിയിട്ടില്ല എന്ന് അയാൾ തന്നെ പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥത്തിന് പുരസ്കാരം കൊടുക്കുന്നു. അതിനുശേഷം വിനയന്റെ സിനിമയെ ബോധം, തനിക്ക് താല്പര്യമില്ലാത്തതിനെ മാറ്റി നിർത്തുന്ന ഒരു സംസ്കാരം. അതേപോലെ തന്റേതായിട്ടുള്ള താല്പര്യങ്ങൾ എല്ലാത്തിലും ഒരു ഏകാധിപത്യ പ്രവണതയോടെ ഇടപെടുന്ന ഒരു സംസ്കാരം. അതൊരിക്കലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം എന്നല്ല, ലോക സിനിമയെ സംബന്ധിച്ചിടത്തോളം എന്നല്ല, നമ്മളുടെ സാംസ്കാരിക ലോകത്തിന്റെ ഒരു ജനാധിപത്യ സഹിഷ്ണുതാപരമായിട്ടുള്ള ഒരു കൾച്ചറിന് ഒട്ടും യോജിച്ചതല്ല. പ്രത്യേകിച്ചും ഇടതുപക്ഷ മൂല്യങ്ങൾ സൂക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരാണ്. ഈ സർക്കാരാണെങ്കിൽ ഫാഷിസത്തിനെതിരെ നിരന്തരം സംസാരിക്കുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ സർക്കാർ ആവട്ടെ കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ട് എന്ന് നാടോടിക്കാറ്റിലെ ബാലൻ പറയുന്നത് പോലെ പോലും അദ്ദേഹത്തെ ഒന്ന് ശാസിക്കാൻ പോലും തയ്യാറാവുന്നില്ല എന്നുള്ളതും ഒട്ടും ആശാസ്യകരമല്ല. ഇത് ഇടതുപക്ഷത്തിലെ അംഗങ്ങൾ തന്നെ ഇത്തരത്തിൽ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് വിമർശനാത്മകമാണ് എന്ന് അദ്ദേഹം ആലോചിക്കേണ്ടതാണ്.